മൂവിയുടെ മാസ് ആക്ഷൻ മൂവി ടർബോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൈശാഖ്, റൈറ്റ് ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ്. ഇതൊരു പക്ക അടിപ്പടമാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്ന നായകനായ ടർബോ ജോസ് എന്ന് പറയുന്നയാൾ നാട്ടിലൊക്കെ അടിപിടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു ഇടുക്കിക്കാരനാണ്. ഇയാളുടെ അമ്മ പറഞ്ഞാൽ മാത്രമേ ഇയാൾ കേൾക്കത്തുള്ളൂ, അമ്മയെ മാത്രമേ ഇയാൾക്ക് പേടിയുള്ളൂ. അപ്പോൾ എങ്ങനെ പുതിയൊരു വള്ളിക്കേസ് ഇയാൾ പിടിക്കുന്നതും അതിൻ്റെ പേരിൽ അമ്മ ഇയാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അതിന് വേണ്ടിയിട്ട് ഇയാൾ നാട് വിട്ടു പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവിടെ നടക്കുന്ന വലിയൊരു സ്കാമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുമായിട്ട് ഇയാൾക്ക് ഇടപെടേണ്ടി വരുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണിത്. ഇത് പക്ക ടെക്നിക്കലി ഒരു ഹെവി മൂവിയാണ്. ഷമീർ മുഹമ്മദിൻ്റെ കട്ട്സ്, എഡിറ്റിംഗ് വേറെ ലെവൽ കട്ട്സൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ ഫിനിക്സ് പ്രഭുവിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി വേറെ ലെവൽ. അതുപോലെ ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് ആദ്യം മുതൽ അവസാനം വരെ ഫുൾ ഓൺ മോഡിൽ കൊണ്ടുപോകുന്നത് മ്യൂസിക്കാണ്. അതുപോലെ വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രാഫി പറയാതിരിക്കുമ്പോൾ നല്ല രീതിയിലാണ്. പിന്നെ എല്ലാത്തിനുപരി വൈശാഖിൻ്റെ മേക്കിംഗ് വേറെ ലെവൽ സൂപ്പറായിട്ടുള്ള മേക്കിങ്ങാണ്. ഈ സിനിമയെ കൊണ്ടുപോകുന്ന തന്നെ വേറെ ലെവലുള്ള മേക്കിങ് തന്നെയാണ്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ്, 72കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് വേറെ ലെവൽ പെർഫോമൻസ്. നമ്മൾ ഇതുവരെ മമ്മൂക്ക കാണാത്ത രീതിയിലുള്ള ഫൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫുൾ ഓണായിട്ടുള്ളൊരു പടമാണ്. അതുപോലെ പിന്നെ സ്റ്റോറി വൈസ് പറയുമ്പോൾ മിഥുൻ മാനുവലാണ് സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റോറി വൈസ് എനിക്ക് ജസ്റ്റ് സ്റ്റോറി എന്നുള്ള രീതിയിൽ തോന്നിയത്. കാരണം ഞാനൊരു 7 വർഷം മുന്നേ ഞാനൊരു സ്റ്റോറി എഴുതി വെച്ചിരുന്നു. അതുമായിട്ട് ഇതിലെ സ്കാമും കാര്യങ്ങളൊക്കെ അതുമായിട്ട് നല്ല സാമ്യമുള്ളൊരു പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ അന്ന് ആ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ പോകാഞ്ഞതിന് കാരണം തന്നെ അത് ക്ലീശയാണെന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയോളാണ് ഞാനതുമായിട്ട് പോകാഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ വന്ന സിനിമയിൽ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ പുതിയൊരാൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ആരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ മിഥുൻ മാനുവലിനെ പോലൊരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് കണ്ടിരിക്കാവുന്നൊരു സ്റ്റോറി വൈസ് ജസ്റ്റ് എന്ന് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ സിനിമ വേറെ ലെവലാണ്. കണ്ടിരിക്കാവുന്നൊരു സിനിമ, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.